നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 564th day. Today, first sloka of Pradhama Skandha, 3rd chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 564 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഓം സൂത ഉവാച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകല ആദോ ലോകസൃക്ഷയാ. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകലം ആദോ ലോകസൃക്ഷയാ. സംഭൂതം ഷോഡശകലമാദോ ലോകസൃക്ഷയാ. ഓം തത്സത്. ശ്ലോകത്തിൽ പറയുകയാണ്, ആദിയിൽ ഭഗവാൻ ഈശ്വരൻ മഹത്വം മുതലായവയാൽ സംഭവിച്ചിട്ടുള്ളതായ 16 കലയോടുകൂടിയ 16 അംശങ്ങളോട് കൂടിയിട്ടുള്ള പുരുഷരൂപം സ്വീകരിച്ചു. എന്തിനെന്നാൽ ലോക ശുശ്രൂഷയ, ലോക സൃഷ്ടിക്കുള്ള ഇച്ഛ കൊണ്ട്. ആ പരമേശ്വരൻ, ആ പരമമായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ രൂപം 16 കലകളോട് കൂടിയിട്ടുള്ള ആ മഹത്വമായിട്ടുള്ള ആ രൂപം, അതായത് ആ വിരാട് സ്വരൂപം സ്വീകരിച്ചു. എന്തിനെന്നാൽ ആ വിരാട് സ്വരൂപം സ്വീകരിക്കുവാൻ ഭഗവാൻ കാരണം, ഇഷ്ടപ്പെട്ട് ആ രൂപം ഭഗവാൻ സ്വീകരിക്കുവാൻ കാരണം ലോകത്തുള്ള സകലത്തെയും ലോകത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനുള്ള ഇച്ഛ കൊണ്ട് ഭഗവാൻ വിരാട് സ്വരൂപത്തെ ധരിച്ചു. പുരുഷൻ്റെ രൂപമായിട്ടുള്ള വിരാട് സ്വരൂപം, അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഉപാസന ചെയ്യുവാൻ വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ആ വിരാട് പുരുഷൻ്റെ രൂപം സ്വീകരിച്ചു ഈ ലോകത്തെ സൃഷ്ടിക്കാൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ഈ ലോകത്തുള്ള സർവസ്വവും ആ ഭഗവത് സ്വരൂപം തന്നെയാണ്. ആ ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഈ ലോകത്തുള്ള സർവ്വതും. ലോകത്തുള്ള സർവ്വതിലും ഭഗവാന്റെ അംശം തന്നെയാണ്. ആ വിരാട് പുരുഷൻ്റെ ഓരോ ഭാഗവുമാണ് ഓരോ സൃഷ്ടിയായിട്ട്, ഓരോ ലോകത്ത് കാണുന്ന സർവ്വ സൃഷ്ടികൾക്കും ആധാരം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഭഗവാൻ തൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ആ വിഭൂതികളെ തൻ്റെ വിഭൂതി ഉപയോഗിച്ച് മഹദാദി വിഭൂതി, മഹത്വം മുതലായ വിഭൂതികളും ഷോഡശകലം എന്ന് പറഞ്ഞാൽ 16 അംശങ്ങളോട് കൂടിയതുമായിട്ടുള്ള പൗരുഷം രൂപം, പുരുഷ രൂപത്തെ ധരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ശ്ലോകം സൂതൻ ശൗനകാദികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അവതാരകഥകളെ പറയണമെന്ന് ശൗനകാദികൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഭഗവാന്റെ അവതാരകഥകൾ പറയുവാനുള്ള ആരംഭത്തിൽ അതിന് മുഖവുരയായിട്ട് പറഞ്ഞ ശ്ലോകമാണ് ഇത്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകലമാദോ ലോകസൃക്ഷയാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.